അൺവാണ്ടഡ് ഫേഷ്യൽ ഹെയർസ്. ഇപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അൺവാണ്ടഡ് ഫേഷ്യൽ ഹെയർസ്. ഹോർമോണൽ ഇഷ്യൂസ് അതല്ലാതെ വേറെ പല റീസൺസ് കൊണ്ടും നമുക്ക് ഫേഷ്യൽ ഹെയർസ് ധാരാളമായി ഇപ്പോൾ സ്ത്രീകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു പെർഫെക്റ്റ് കംപ്ലീറ്റ് റെമഡിയാണ് ലേസേഴ്സ് എന്ന് പറയുന്നത്. ലേസേഴ്സിൻ്റെ ഒരു 3 to 4 സിറ്റിംഗ്, ചിലർക്ക് മാത്രം ഒരു 5-6 സിറ്റിങ്സ് വേണ്ടി വരും. കംപ്ലീറ്റ്ലി ആ അൺവാണ്ടഡ് ഹെയർ മാറി വളരെ ശോഷിച്ച ഹെയർ ആയിട്ട് മാറി പിന്നെ നമുക്ക് സാധാരണ എല്ലാവർക്കും ഉള്ള പോലെ രീതിയിൽ മാത്രമേ ആ ഹെയർ കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിപ്പം നമ്മൾ ക്ലയൻറ്റിൻ്റെ സെക്കൻഡ് ടൈമാണ് ചെയ്യുന്നത്. സെക്കൻഡ് സിറ്റിംഗ് ആയിട്ടേ ഉള്ളൂ. നേരത്തെ ഇങ്ങനെ തടവുമ്പോൾ നല്ല കട്ടിയുള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ അതൊന്ന് മാറി വളരെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഹെയർ. വിത്ത് ടൈം, അതായത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസിന് വേണ്ടിയിട്ട് 4 സിറ്റിങ്ങിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഫുൾ കുറഞ്ഞ് ഫീബിളായിട്ട് മാത്രമേ ഹെയർ ഉണ്ടാവുള്ളൂ. ടാറ്റു റിമൂവ് ചെയ്യണം. ഇതിപ്പോ ഒരു സിറ്റിംഗ് കഴിഞ്ഞതാണ്. അതിപ്പോ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാണാം ഇതിനെക്കാട്ടി ഇത് ലൈറ്ററായി പല സ്ഥലത്തും പോയും കഴിഞ്ഞു. ഈ ടാറ്റുവിന് 1 more സിറ്റിംഗ്, ഇത് കൂടാതെ ഒരു 1 more സിറ്റിംഗ്, മൊത്തത്തിൽ ഒരു 3 സിറ്റിംഗിൽ ഈ ടാറ്റു ഫുൾ വാനിഷ് ആവും. ഹലോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകളിൽ കാണുന്ന പ്രശ്നമാണ് അൺഈവൻ ടോൺ, പിഗ്മെന്റേഷൻ. അതൊക്കെ അപ്പം ലേസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ലേസർ ട്രീറ്റ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ എത്രത്തോളം ചേഞ്ച് വരുമെന്ന് നമുക്കിപ്പോൾ കാണാം. ഇപ്പൊ ഈ മാഡത്തിന്റെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ എല്ലാം നമുക്ക് അൺഈവൻ ടോൺ കാണാം. ഈ സൈഡിലും ഒക്കെ അൺഈവൻ ടോൺ, ഇവിടെയൊക്കെ. അപ്പൊ നമുക്കത് എത്രത്തോളം മാറ്റാം എന്നുള്ളത് നമുക്ക് കാണാം.